ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ബേബി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷിപ്പിലെ ലോണ്ടറിനെ പറ്റിയാണ്. നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വർക്കിംഗ് ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ സിവിൽ ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയാണ് ഷിപ്പിൽ വാഷ് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് അലക്കാൻ ഇവിടെ പോകുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. വരും, നമുക്ക് നേരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്കിംഗ് ഡ്രസ്സ്, ബോയിലർ സൂട്ട് അഥവാ ഓവറോൾ എന്ന് നമ്മൾ ഇതിന് പറയും. ഇത് ഇടുന്നത് ബേസിക്കലി നമുക്കൊരു പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുത്തു, അതുപോലെ നമ്മളുടെ വാഷിംഗ് ലിക്വിഡ് നമുക്ക് കിട്ടി. നോർമലി നമുക്ക് ഈ ഒരു വാഷിംഗ് ലിക്വിഡും അതുപോലെ നമുക്ക് കുളിക്കാനുള്ള സോപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ഷിപ്പ് ലോണ്ടറിനെ ഉന്നം വെച്ച് നടക്കുകയാണ്. എൻ്റെ ഡെക്കിൽ തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ റൂമുള്ളത്. ഷിപ്പ് ലോണ്ടറി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലോണ്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസേഴ്സ് ലോണ്ടറി. നോർമലി രണ്ട് സെപ്പറേറ്റ് ലോണ്ടറി ഉണ്ടാവും. ഒന്ന് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ ക്രൂവിനും സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ഷിപ്പുകളിലും നോർമലി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ആ ഒരു ലോണ്ടറിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാണ് നമ്മളുടെ ഷിപ്പ് ഓഫീസേഴ്സ് ലോണ്ടറി. ഇവിടെ നമുക്കൊരു 3 വാഷിംഗ് മെഷീനും ഒരു ഡ്രയർ മെഷീനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ നമ്മൾ ഒരെണ്ണം ബോയിലർ സൂട്ട് നമ്മുടെ വർക്കിംഗ് ഡ്രസ്സിന് വേണ്ടിയും ബാക്കി രണ്ടെണ്ണം നമ്മളുടെ സിവിൽ ഡ്രസ്സ്, നമ്മൾ നീട്ടിക്കെട്ടുന്ന ഡ്രസ്സും അതുപോലെ നമ്മളുടെ സിവിൽ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടിയുള്ള വാഷിംഗ് മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വാഷിംഗ് ലിക്വിഡൊക്കെ നമ്മളുടെ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ മാസവും നമുക്ക് ഇങ്ങനത്തെ ഒരു 1.5 ലിറ്ററിൻ്റെ ക്യാനിൽ നമുക്ക് വാഷിംഗ് ലിക്വിഡ് തരുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്നത്. നമുക്കല്ലാണ്ട് വേറെ അലക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അലക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രസ്സ് അലക്കിയ ശേഷം നമുക്ക് ഉണക്കാനുള്ള സെറ്റപ്പും ഈ ഒരു ലോണ്ടറിയുടെ കൂടെ തന്നെ നമുക്ക് എല്ലാ ഷിപ്പുകളിലും അവൈലബിൾ ആണ്. ഇതിന് നമ്മൾ ഡ്രൈ റൂം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഷിപ്പിലെ ഡ്രൈ റൂം എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രൈ റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് നമ്മളുടെ ഡ്രൈ റൂം. ഈ ഒരു ഡ്രൈ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മളുടെ ഡ്രൈ റൂമിൻ്റെ ഉൾവശം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളുടെ തുണിയൊക്കെ നമുക്ക് വിരിച്ചിടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരിക്കും. അഴ പോലെ നമ്മളുടെ ചെറിയൊരു പൈപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്റ്റീൽ റോഡ് വെച്ചിട്ട് ചെറിയ നമുക്ക് തുണി അലക്കി ഇടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റർ, ഒരു ഇലക്ട്രിക് ഹീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ഹീറ്റർ വെച്ചിട്ടാണ് ഈ റൂം എപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂം എപ്പോഴും നല്ല ഒരു ടെമ്പറേച്ചറിലായിരിക്കും മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സൊക്കെ വെക്കുന്ന ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഡ്രൈ റൂം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഷിപ്പ് ലോണ്ടറിയുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഡ്രൈ റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇലക്ട്രിക് ഹീറ്റർ വെച്ചിട്ടാണ് ഇത് വർക്കാവുന്നത്. ഇത് കൂടാണ്ട് നമ്മളുടെ തുണിയൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു ടേബിളും ഇതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ തുണി അലക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഷിപ്പ് ലോണ്ടറിനെ പറ്റിയും അതുപോലെ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് അലക്കുന്നത്, ഉണക്കാനിടുന്ന സെറ്റപ്പ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഷിപ്പിൽ ചില സമയത്ത് വെള്ളത്തിൻ്റെ ഷോർട്ടേജിൻ്റെ പ്രശ്നം വരാറുണ്ട്. കപ്പലിൽ നമ്മൾ ഒരു ദിവസം നമുക്ക് നോർമലി ഒരു 5 മുതൽ 8 ടണ്ണ് വരെ, അതായത് ഒരു 5000 മുതൽ ഏകദേശം ഒരു 8000 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി ആവശ്യം വരും. ഈ ഒരു ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഷ് വാട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഫ്രഷ് വാട്ടർ ആക്കിയിട്ടാണ് നമ്മൾ ഷിപ്പിൽ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ ഷിപ്പ് നങ്കൂരമിട്ട് 1 മാസവും 1.5 മാസവും ഒക്കെ കിടക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ഫ്രഷ് വാട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം തീരുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഒരു ലോണ്ടറി സർവീസും അതുപോലെ തന്നെ നമുക്ക് കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളമൊക്കെ ചില സമയത്ത് നമ്മൾ റേഷനിങ് ചെയ്യും. അതായത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഈ ലോണ്ടറി ഓപ്പൺ ആക്കുള്ളൂ. അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടിയുള്ള ടൈമിംഗ് നമ്മൾ 6 മുതൽ 7 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ സെറ്റ് ചെയ്യും. ആ സമയത്ത് മാത്രമാണ് നമ്മൾ വെള്ളം ഓപ്പൺ ആക്കുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ വെള്ളം ക്ലോസ് ആക്കി വെക്കും. ഇങ്ങനെയുള്ള റേഷനിങ് സെറ്റപ്പൊക്കെ ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. എപ്പോഴൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. വളരെ
ചുരുങ്ങിയ ചില അവസ്ഥകളിൽ മാത്രമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ഈ നങ്കൂരമുക്കിട്ട് കിടക്കില്ലേ, 1 മാസമോ 1.5 മാസമോ ഒക്കെ അങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരികയുള്ളൂ. ഇപ്പോൾ ഈ കപ്പലിൽ തന്നെ റീസെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. നമുക്ക് വെള്ളത്തിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം പോർട്ട് എത്താൻ വേണ്ടി ഇനിയും ഒരു മാസം അടുത്ത് നമുക്കിങ്ങനെ നങ്കൂരമുട്ടി കിടക്കേണ്ട വന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് വാട്ടർ ജനറേഷൻ വളരെ ഇല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ചെറിയ റേഷനിങ് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഷിപ്പിലെ വെള്ളത്തിൻ്റെ കാര്യം. ഈ ഫ്രഷ് വാട്ടർ ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ, ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷിപ്പിലെ ലോണ്ടറി സെറ്റപ്പും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ മർച്ചന്റ് നേവി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബിബിൻ ബേബി സൈനിങ് ഔട്ട്.